സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കാൻ പോവാണ്. ഈ വരുന്ന ഫെബ്രുവരി ആദ്യ വാരത്തിൽ കാസർഗോഡിനടുത്ത കുഞ്ഞിയിൽ പ്രത്യേകമായി സജ്ജമാക്കപ്പെടുന്ന അല്ലെങ്കിൽ സജ്ജമാക്കപ്പെട്ടുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ സജ്ജമാക്കപ്പെട്ട വലിയ മൈതാനിയിൽ. അപ്പോൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുക, അതിനെ ബഹുമാനിക്കുക, അതിനെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ദീൻ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് അതെന്ന് മാത്രം. അപ്പോൾ ദീനി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് ദീനിയായ ഒരു അതൊന്നും നൽകുന്ന ഒരു സംഘടന, ഒരു ദീനിയായ സംഘടനയുടെ പിന്നിൽ നമ്മൾ നിൽക്കണം. ഭൗതികമായി നമുക്ക് ആവശ്യമുള്ള സംഗതികൾക്കൊക്കെ അതിനാവശ്യമുള്ളതായ മറ്റുള്ള സംഘടനകളിലൊക്കെ നിന്നുകൊണ്ടും നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ അതുകൊണ്ട് ദീൻ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന സംഘടനയാണ്. മഹാനാവുന്ന ശൈഖുന പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടാവാൻ പറ്റുന്ന മശായിഖന്മാരാണ് നമ്മളെ മുൻഗാമികളാവുന്ന മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ. അവരുടെ ആ തേരിയാണ് നമ്മൾ പിൻപറ്റി പോരുന്നത്. മഹാന്മാരാവുന്ന സ്വഹാബത്ത്, താബീയങ്ങൾ, താബീയങ്ങൾ, മശായിഖുകളൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ 100ാം സമ്മേളന ചരിത്ര സംഭവമാക്കണം. ഇവിടെ വിദ്യാർത്ഥികൾ ഇവിടെ വന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത് തന്നെയാണ്, ഇതിൽ യാതൊരു സംശയമില്ല. അതല്ലാത്ത മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മറ്റുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ, മറ്റ് ചാരിറ്റി, ഇതൊക്കെ സമസ്തൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതൊക്കെ സമസ്തൻ്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയതുമാണ്. ഇതൊന്നും അല്ലാന്ന് ആരും പറഞ്ഞില്ല. ഇവിടുത്തെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, നാം എല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മൾ ഏകോദര സഹോദരന്മാരെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇതൊക്കെ ഉൾക്കൊണ്ടുവരാനാണ് നമ്മൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കള്ളത്തെരീക്കത്തുകൾ, ബിദഈ ആശയങ്ങൾ. നമ്മളെ വിശ്വാസം നേരാവണ്ടേ? നമ്മളെ വിശ്വാസം ഏതെങ്കിലും കള്ളത്തെരീക്കത്തിൽ പോയി പെട്ടിട്ടോ അല്ലെങ്കിൽ വല്ല ഷിയാക്കളെ വിശ്വാസത്തിൽ പോയി, ഇതൊക്കെ പോയി പെട്ടാൽ നമ്മൾക്ക് പിന്നെ ആഖിറത്തിൽ വല്ലതും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് രക്ഷപ്പെടുത്താതുള്ളത് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ അതിൻ്റെ ആ സമ്മേളനം പൂർണ്ണമായും കൊണ്ട് വിജയിക്കും എന്ന കാര്യത്തിൽ ആരെന്ത് കളിച്ചാലും വിജയിക്കും. അപ്പോൾ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കണം? ശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ദീനിനോട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും അതിവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ പലരും വേണം. അതിന് ആലിമീങ്ങൾ വേണം. ആലിമീങ്ങളെ അനുസരിച്ചുകൊണ്ട് അങ്ങനെയല്ലേ ജീവിക്കുന്നതായ പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ വേണം. അത് പണമുള്ളവനെന്നല്ല, പണമുള്ളവനും പണമില്ലാത്തവനും വേണം. പണമുള്ളവനും വേണം, പണമില്ലാത്തവനും വേണം. അതാണ് പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞത്. അതാണ് ഉമറ എന്ന് പറഞ്ഞത്. നല്ല ദീനുള്ള, യാതൊരു നിലക്കുള്ള കളങ്കമില്ലാത്ത മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അവർക്ക് താങ്ങും തണലുമായും കൊണ്ട് നിന്നു പോരുന്ന പ്രമുഖരാവുന്ന വ്യക്തിത്വങ്ങൾ. അത് പണമുള്ളവർ വേണം, പണമില്ലാത്തവർ വേണം. അത് മാത്രം പോരാ ദീനിവിടെ നിൽക്കാന്നുണ്ടെങ്കിൽ. സാധാരണക്കാരായ ആളുകളും വേണം ദീനുണ്ടാവണമെന്നുണ്ടെങ്കിൽ. വിവരമില്ലാത്തവരും വേണം. ആരിവ് മാത്രം ഉണ്ടായാൽ പോരാ, ആരിവിനും വേണ്ട ഒരു പണിക്ക് വിവരമില്ലാത്ത ആൾക്കാർ ഇവിടെ വേണ്ട. എന്നാലും നമുക്ക് പണിയെടുക്കാനുള്ള മേഖല ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുമ്പോഴേ വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടാകുമ്പോൾ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദ്. ഈ വിശുദ്ധ ദീനിനെ നമ്മളിവിടെ അവതരിപ്പിച്ചു. ഈ ദീനിനെ നിലനിർത്താൻ ആവശ്യമാവുന്ന അതിൻ്റെ സംവിധാനങ്ങൾ നമ്മളുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ സംവിധാനങ്ങളാണ് ഈ പറയപ്പെട്ട. പഴയ കാലത്തൊന്നും അതങ്ങനെയൊന്നും എല്ലാം കൂടി വേണ്ടില്ലായിരുന്നു. കാരണം അന്നിങ്ങനെ ഒരു സംഘടനാ സ്വഭാവത്തിൽ തന്നെ വേണ്ട. അന്ന് എല്ലാ ഭാഗത്തുള്ള എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാവണം. പക്ഷേ ഒരു സംഘടനാ രൂപത്തിലുള്ള പ്രവർത്തനത്തിന് ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ മഹാന്മാരാവുന്ന അയിമ്മത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ അവർ മാത്രമാണ് അന്ന് എന്തായത് നേതൃത്വം നൽകിയത്. റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി മാത്രമാണ്. ഉമർ ഇബ്നു ഖത്താബിൻ്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇവരൊക്കെ കാലഘട്ടത്തിൽ അവർ മാത്രം എന്തായി നേതൃത്വം നൽകി. അവരോട് ഈ പറയപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും സഹകരിച്ചു നിന്നു. മഹാന്മാരാവുന്ന അന്നത്തെ ഭരണാധികാരികൾ, അതായത് അന്നത്തെ ഉമറാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അന്നത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, അന്ന് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരോട് അവരോട് ഇത് മസലകൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടിരുന്നു. അവർ കാര്യങ്ങൾ ചെയ്തിരുന്നു. മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെപ്പോലുള്ള മഹാന്മാർ, അവരോടൊക്കെ അല്ലേ അന്നത്തെ രാജാക്കന്മാരും
അങ്ങനത്തെ ഭരണാധികാരികളൊക്കെ വിഷയങ്ങൾ ചോദിച്ച് പഠിച്ച് അവർക്കുള്ളതായ തീരുമാനങ്ങളനുസരിച്ച് ഇന്ന് പോയി. അപ്പോൾ ദീനിവിടെ നിലനിൽക്കാൻ ആവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ വേണം. ആ ഘടകങ്ങൾ പേരിനുണ്ടായാൽ പോലെ അതിൻ്റെ സ്വഭാവങ്ങളിലതുണ്ടാവണം ഓരോന്നും, അപ്പോഴേ ദീൻ നിലനിൽക്കും. അപ്പോൾ ഏതായാലും ആവട്ടെ, ആ നിലക്ക് വളരെ ശക്തമായ നിലക്ക് ഈ എല്ലാ വിഭാഗം ജനങ്ങളും വളരെയധികം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മാത്രമല്ല അതിനെ സ്ഥാപിച്ച മഹത്തുക്കളാവുന്നതായ പണ്ഡിത സദാത്തുക്കൾ, അവർക്കുള്ളതായ ആ നല്ല നിയ്യത്ത്, അവരുടെ ആ ഇഖ്ലാസ്, അതിൽ നിന്നൊക്കെ ഉത്ഭൂതമായ പ്രവർത്തനങ്ങളായതുകൊണ്ട് അങ്ങനെയുള്ള ഏത് നന്മയും അത് ഈമാനിൽ നിന്ന് ഉത്ഭവിക്കപ്പെടണം, എന്നാലേ ആ നന്മനെ സ്വീകരിക്കപ്പെടുള്ളൂ. ഇപ്പോൾ അൽ ഹയാഉ മിനൽ ഈമാൻ എന്ന് പറയും, ഹയാ ഈമാനിൽ നിന്നുണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് നന്മകളും അത് ഈമാനിൽ നിന്നുണ്ടാവണം. ഈമാനാവണം ആ നന്മകളെ പ്രചോദനം നൽകിയ ആ നന്മകളെ പ്രേരിപ്പിച്ച വസ്തു അത് ഈമാൻ. അപ്പം നമ്മൾ നിസ്കാരം അത് ഈമാനിൽ നിന്നുണ്ടാവണം. നിസ്കാരം ഇപ്പോൾ പലർക്കും നിസ്കാരം ഉണ്ടാവും. ആരെങ്കിലും ചീത്ത പറയോ, വാപ്പ ചീത്ത പറയോ, ഉസ്താദ് ചീത്ത പറയോ അത് വിചാരിച്ച് നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ കല്യാണം കഴിച്ചാലാകുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ പെണ്ണിട്ടില്ല എന്നുള്ളവർക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, എപ്പോൾ നിസ്കരിച്ചില്ലെങ്കിലും കിട്ടുമല്ലോ. അപ്പം അങ്ങനെ പെണ്ണ് നിസ്കരിക്കാൻ വരുന്ന ചില ആളുകളുണ്ടാവും. പക്ഷെ അങ്ങനത്തെ നിസ്കാരം അത് നന്മയുടെ റിക്കാർഡിൽ അത് റിക്കാർഡ് ചെയ്യപ്പെടില്ല എന്നാണ്. കാരണം നന്മയുടെ റിക്കാർഡിൽ അതിന് റിക്കാർഡ് ചെയ്യപ്പെടണമെങ്കിൽ ആ നിസ്കാരത്തിനിക്ക്, ആ നോമ്പിനിക്ക്, അല്ലെങ്കിൽ ആ ഹജ്ജിനിക്ക്, ആ സക്കാത്തിനിക്കൊക്കെ ഇന്നെ പ്രേരിപ്പിച്ചത് അത് ഈമാനാവണം എന്നാണ്. അപ്പോൾ എല്ലാ നന്മകളും ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കാണും. അങ്ങനെയല്ലേ, വിത്ത് ഗുണം 10 ഗുണം നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം നല്ല വിത്താണെങ്കിൽ അതനുസരിച്ചുള്ള ഗുണം ഉണ്ടാവും. അപ്പോൾ ഈമാനാവുന്ന ആ വിത്തിനെ നമ്മൾ വളർത്തിയെടുത്ത് ആ ഈമാൻ വളരാൻ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ ഹൃദയത്തിലുണ്ടാക്കി, അതിന് ഹൃദയത്തിൽ കിബിർ, അസദ്, ഉജുബ്, റിയാദ് പോലത്തെ മോശമായ സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് ദീനീ പ്രവർത്തനത്തിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാൽ അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറയണത്. ഭൗതികമാവുന്ന നേട്ടങ്ങൾ പലതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ പ്രവർത്തിക്കപ്പെട്ട പ്രവർത്തനം അത് നമ്മൾ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, അല്ലാത്ത എന്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാലും ഈ പ്രവർത്തനങ്ങളൊക്കെ അവിടെ കാണപ്പെട്ട് ഒരു സ്വാലിഹത്താവുന്ന അമാലുകളെ കൂടത്തിൽ അത് പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈമാനിൽ നിന്നാവണം. അപ്പോൾ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള അമലുകൾ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ഈമാനിനെ വളർത്തി ആത്മാവിനെ ശുദ്ധീകരിച്ച് ആത്മാവ് കൊണ്ടാവണം യഥാർത്ഥത്തിൽ ഇൽമാണെങ്കിലും ഇൽമിനെ അഭ്യസിക്കേണ്ടതെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹി സ്വീകരിച്ചത് നബിൻ്റെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടല്ല. നബി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൊടുക്കുന്നത് കേട്ടത് സാധാരണ കാതുകൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ് കേട്ടത്. അതുകൊണ്ടല്ലേ സാധാരണ കാതുകൊണ്ട് കേട്ടാൽ ഓതപ്പെടുന്ന സമയത്ത് ഒരു ഖുർആൻ്റെ ആയത്ത് മാത്രമല്ല അവതരിപ്പിക്കപ്പെടുന്നത്, ആ ആയത്തിനോട് ബന്ധപ്പെട്ട പിന്നീട് മുജിത്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് പുറത്തു കൊണ്ടുവരുന്നതും അല്ലാത്തതും ആവുന്ന ഏതെല്ലാം ഹുക്കുമുകളുണ്ടോ അതൊക്കെ കേൾപ്പിക്കപ്പെടുക. ആ സമയത്ത് തന്നെ കേൾക്കുന്നത് ഒരു ആയത്ത് മാത്രമല്ല, ആയത്തിനോട് ബന്ധപ്പെട്ട സർവ്വ മസ്അലകളും കേൾപ്പിക്കപ്പെടുകയാണ്. ആ ആയത്തിൽ നിന്ന് ആയത്തിന് ഓതേണ്ട 10 അല്ലെങ്കിൽ 7 ശൈലികൾ ഉണ്ടെങ്കിൽ ആ ശൈലിയും ആ സമയത്ത് കേൾപ്പിക്കപ്പെടും. അതിലുള്ള ഹുറൂഫുകൾക്കുള്ള മഖാരിജിനെ സംബന്ധിച്ച് ആ സമയത്ത് വേറെ സമയത്തല്ല കേൾപ്പിക്കപ്പെടുന്നത്. ആദ്യം ആയത്ത് ഓതിയുന്നത്, പിന്നെ ആയത്തിനെ പറ്റിയുള്ള വിശദീകരണം അങ്ങനെയല്ല കേൾപ്പിക്കപ്പെടുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ലൗഹിൽ രേഖപ്പെടുത്തപ്പെട്ട ആയത്തുകളുണ്ടാവും, ഓരോ സമയത്തും അവതരിപ്പിക്കപ്പെടേണ്ട ആ ആയത്തുകൾ മനസ്സിലാക്കി ആ ആയത്തിൻ്റെ അൽഫാദുകളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉണ്ടാക്കി ആ അൽഫാദുകൾ റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവിടെ ചെയ്യണ പണി എന്താണെന്ന് ചോദിച്ചാൽ ആയത്ത് മാത്രം നമ്മളിങ്ങനെ കുട്ടിക്ക് ഹംദ് ഓതി കൊടുക്കണമായിരിക്കോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതി കൊടുക്കണമായിരിക്കോ ഓതി കൊടുക്കുകയല്ല. അപ്പം ആ നിലക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കണമെങ്കിൽ സാധാരണ കാതുകൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ബദൂൽ വഹീൻ്റെ അവലിലൊക്കെ
ഇമാം ബുഖാരി തങ്ങൾ തന്നെ ആ ഹദീസ് കൊണ്ടുവരാൻ കാരണത്താണ്. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, എന്തിന് ഈ ഹദീസ് കൊടുത്ത്? അത് മനുഷ്യൻ്റെ ആത്മാവ് കൊണ്ട് അതിനെ സ്വീകരിക്കണം, ആത്മാവ് കൊണ്ട് അതിനെ കേൾക്കണം, അതിനെ സംഭരിച്ചു വെക്കുന്നതും ആത്മാവ് കൊണ്ടാവണം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിനോട് പറഞ്ഞു ലാ തുഹരിക് ബിഹി ലിസാനക, നാവ് കൊണ്ടൊരു പണിയെടുക്കേണ്ട നബി. ഒക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് പൂർണ്ണമായി നബിയെ തങ്ങൾക്കുള്ള ആ വിശുദ്ധമായ സംസ്കരിക്കപ്പെട്ട ആ ഹൃദയത്തിൽ, അതായത് ആ മുഖദ്ദസാവുന്ന ആ റൂഹിൽ അതിനെ അവതരിപ്പിക്കപ്പെടാനുള്ള സംവിധാനവും അതിനുള്ള സംരക്ഷിക്കപ്പെടാനുള്ള സംവിധാനവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇൽമിനെ അഭ്യസിക്കുമ്പോൾ വേണ്ടത് അങ്ങനെയാണ്, ആത്മാവിനെ ശുദ്ധീകരിച്ച് ആത്മാവ് കൊണ്ട് അതിനെ അഭ്യസിക്കാൻ വേണ്ടി കഴിയണം. അല്ലെങ്കിൽ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് കഴിയണത് പോലെ നമുക്ക് സാധിച്ചോളുന്നില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി ഇസ്തിഖാമത്ത് എന്ന ആ തഖ്വൻ്റെ ആ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ടിട്ട്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഇൽമു അഭ്യസിക്കുമ്പോൾ അത് വേണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർക്ക് ഇസ്ലാം നിർദ്ദേശിച്ച പ്രത്യേകമാവുന്ന സംരക്ഷണ സ്വഭാവങ്ങളിൽ കൂടി ആവണം അവർക്ക് പഠിപ്പിക്കപ്പെടുന്നത്. അവരുടെ സുരക്ഷിതത്വം, അവർക്കുള്ള മാന്യത, ഇതൊന്നും ഒരിക്കലും അപഹരിക്കപ്പെടുകയോ അതിന് ഏതെങ്കിലും നിലക്കുള്ള പോറിലേൽപ്പിക്കപ്പെടാനോ സാധ്യത ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ ഒരു വിദ്യാഭ്യാസത്തിനോടും ശരീഅത്തെതിരല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വിദ്യാഭ്യാസത്തിനെതിരല്ല. ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് പഠിപ്പിക്കാം. ആണിനും പഠിപ്പിക്കാം, പെണ്ണിനും പഠിപ്പിക്കാം. അത് ശരീഅത്തിനോട് ബന്ധപ്പെട്ട ഉലൂമുകൾ മാത്രമല്ല. അങ്ങനെയല്ലേ മഹാന്മാർ പറഞ്ഞത്, അല്ലാ യൻദുറ ഇലാ സാഇരിൽ ഉലൂം, മറ്റുള്ള അറിവുകളിലേക്ക് ഈ നോക്കാതിരിക്കണം എന്നാ. ബി ഐനിൽ ഹഖാറ, നിസ്സാരമാക്കുന്ന കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. അപ്പോൾ എല്ലാ ഇൽമുകളും നമ്മൾ നിസ്സാരാക്കാൻ പാടില്ല. ശരീഅത്ത് എതിർക്കാത്ത എല്ലാ ഇൽമുകളെയും നമ്മൾ എന്താവണം, ബഹുമാനിക്കണം. അതിലേക്ക് നമ്മൾ നിസ്സാരമായ കണ്ണുകൊണ്ട് അതിലേക്ക് നോക്കാൻ പാടില്ല. അതോടുകൂടി ശരീഅത്തിനെ പഠിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന ചില ഉലൂമുകൾ ഉണ്ടാവും, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കണം. ആ ഉലൂമുകൾക്ക് പ്രത്യേകമാവുന്ന പരിഗണന കൊടുത്തുകൊണ്ട് അതും പഠിപ്പിക്കപ്പെടണം. അപ്പോൾ പഠിപ്പിക്കണം. അത് ചിലർ പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എങ്ങനെ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാവുക? സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന എത്ര സ്ഥാപനങ്ങളുള്ളത്? ഫാദില വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. സനായിയ ബിരുദം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതല്ലാതെ സമസ്തനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സ്ഥാപനങ്ങൾക്കൊക്കെ മഹദിയ ബിരുദം, ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് അക്കാദമിൻ്റെ കീഴിലുള്ള ഒരു സിലബസാണത്. അപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിരല്ല, ഒരു കാലത്തും ഇത് നിന്നിട്ടുമില്ല. പക്ഷേ അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യപ്പെടാൻ പാടുള്ളൂ. അത് പരിഗണിച്ചുകൊണ്ടിട്ട് അതിന് കാരണം എന്തുകൊണ്ടെന്ന്, ഈ മാനദണ്ഡങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ ചില അബദ്ധങ്ങളുണ്ടാവും. മുമ്പ് ഉമർ ബിൻ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് രാത്രി സഞ്ചരിക്കുമ്പോൾ ഒരു പെണ്ണ് പാടുന്നുണ്ട്, അൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബുഹ, അൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഇലാ നസ്ർ ബിൻ ഹജ്ജാജ്. കള്ള് കുടിച്ചാൽ വല്ല മാർഗമുണ്ടോ? നസ്ർ ബിൻ ഹജ്ജാജിനെ എൻ്റെ അടുത്ത് എത്തിപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഇലാ ഫത്തൻ മാജിദ്. അങ്ങനെ ഈ നസ്ർ ബിൻ ഹജ്ജാജിൻ്റെ കുറേ വർണ്ണനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു 10-12 വരികൾ ഈ പെണ്ണ് പാടി. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു പിറ്റേന്ന്, ആരാണോ ഈ നസ്ർ ബിൻ ഹജ്ജാജ്? അപ്പോൾ നസ്ർ ബിൻ ഹജ്ജാജിന് ഉമർ ബിൻ ഖത്താബിൻ്റെ സാസിൽ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹത്തിന് സൗന്ദര്യം കുറക്കാനുള്ള ചില പണികളൊക്കെ പറഞ്ഞു നോക്കിയാൽ അവനോട്. അതൊക്കെ ചെയ്യുമ്പോൾ സൗന്ദര്യം അധികം കൂടുകയാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ഇവിടെ ഈ നാട്ടിൽ ശരിയാവില്ല, ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നിന്നെ കൊണ്ട് ഫിത്തനയാവും. അയാൾ നാട് കടത്തി ദിമിഷ്കിലേക്ക്. ഉമർ ബിൻ ഖത്താബ് ദിമിഷ്കിലേക്ക് നാട് കടത്തി. ദിമിഷ്കിലെത്തിയപ്പോൾ മജാഷി എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ മനുഷ്യനിക്ക് അഭയം കൊടുത്തു. അയാളെ വീട്ടിൽ താമസിച്ച് വരികയാണ്. വരുമ്പോൾ ഈ മജാഷി ഇരുന്ന് ഒട്ടകത്തിലെ കറക്കുകയാണ്. അപ്പോൾ മജാഷീൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ നാട് കടത്തപ്പെട്ട നസ്ർ ബിൻ ഹജ്ജാജ് ഈ ഭാഗത്തുണ്ട്. അപ്പോൾ മജാഷീൻ്റെ ഭാര്യ അവിടെ എന്തോ ഒരു സംഗതി മണലിൽ എഴുതിപ്പോയി. ഓൾക്ക് എഴുത്തറിയും. എഴുത്ത് പഠിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചില അപകടങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ പറയാൻ പോകും. അപ്പോൾ ഓളത് എഴുതി അവിടെ ആ ഭാഗത്ത്. ഇവൻ അതിനൊരു മറുപടി എഴുതി, ഈ നസ്ർ ബിൻ ഹജ്ജാജ്.
അപ്പോൾ ഈ പുരക്കാർ ചോദിച്ചു എന്താ ഇപ്പം നിങ്ങൾ തമ്മിലൊരു എഴുത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള വേഗം മറുപടി പറയാൻ കഴിയും. ചില സംഗതി മക്കായിദു നിസ്വ എന്ന് പറഞ്ഞിട്ട് പൊന്നാണിക്കാരുണ്ടാക്കിയ ഒരു കിതാബുണ്ട്. അത് ഭയങ്കര രസകരമായ കിതാബാണ്. അതിൽ അവർ പല കുതന്ത്രങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതൊന്നും പറയാം. അപ്പം ചോദിച്ചു എന്താണ് ഈ എഴുതിയതെന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് വേഗം പറഞ്ഞു അത് നമ്മളെ ഒട്ടകത്തിന് എത്ര പാലുണ്ടാവും എന്ന് അയാൾ ചോദിച്ചതെന്നാണ്. അപ്പം മൂപ്പർ ഈ വർക്കാരൻ പറഞ്ഞു ഒട്ടകത്തിന് പാലുണ്ടാവുന്ന അയാളല്ല ആദ്യം എഴുതേണ്ടത്, ഇയാണോ ആദ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടകത്തിൽ എത്ര പാലുണ്ടാവുമെന്ന് ചോദിച്ചതല്ല, അങ്ങനെയാണെങ്കിൽ അയാളാണ് ആദ്യം എഴുതേണ്ടത്. എന്നിട്ട് ഈ അതിൻ്റെ മറുപടി എഴുതണം. ഇതാ ഈ ആദ്യം എഴുതി അതിൻ്റെ മറുപടി അയാൾ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് എഴുത്തിലെന്താ കള്ളത്തരണ്ട്. അപ്പോൾ എഴുത്തിന് ഇയാളെന്താക്കി വെള്ളം കുടഞ്ഞു എഴുത്തിനെ കൊട്ടുകൊണ്ട് മൂടി വെച്ചു. കാറ്റ് വന്ന് അടഞ്ഞും കണ്ടിട്ട് ആ മണലിൽ എഴുതപ്പെട്ട എഴുത്ത് പോകാതെക്കാൻ വേണ്ടി. ഇയാൾക്ക് എഴുത്തറിയില്ല. ഇയാളെ എഴുത്താരുടെ വിളിപ്പിച്ചു കൊടുത്തു നോക്കുമ്പോൾ എന്താ ഇവിടെ എഴുതിയിരിക്കണം എന്താ പറയുക ഇനി ഒഹിബുക്ക ഞങ്ങളോട് എനിക്ക് ചെറിയ താല്പര്യമൊക്കെ ഉണ്ടെന്നാണ്. അയാൾ അതിന് മറുപടി ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, എന്നോട് ഇങ്ങനെ വണ്ടി അതൊരു വീട് എനിക്ക് താല്പര്യമായിട്ട് എൻ്റെ അങ്ങോട്ട് നാട് കടത്തിയിട്ട് ഇനി അതുകൊണ്ട് എനിക്കതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഇയാൾ എഴുതി വെച്ചു. അപ്പം നമ്മൾ എല്ലാം പഠിപ്പിക്കപ്പെടാം. പക്ഷെ പഠിപ്പിക്കപ്പെടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമ്മൾ അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളെ പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ടാവണം പഠിപ്പിക്കപ്പെട്ടത്. അല്ലാത്ത നിലക്ക് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കമ്പൗണ്ട്, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ ഉസ്താദന്മാർ, അവിടുത്തെ മുഅല്ലിമാത്തുകൾ, ഇവർക്കൊക്കെ ഉള്ളതായ വിശുദ്ധിയും അവർക്കുള്ളതായ ഗുണങ്ങളൊക്കെ പരിശോധിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ അവരൊക്കെ സ്ഥാപനങ്ങളൊക്കെ അധികം എന്താവണത് നിയമിക്കണം. അല്ലഞ്ഞാൽ അതിനൊക്കെ ചില തകരാറുകൾ ഉണ്ടായിത്തീരും. തകരാറുകൾ ഉണ്ടായിത്തീർന്നാൽ വേറെയുള്ള സ്ഥലത്ത് തകരാറുകൾ ഉണ്ടായതുപോലെ ആവില്ല. ഇതിനോട് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങളിൽ ഉണ്ടായിത്തീർന്നാൽ അത് വലിയ വിഷയങ്ങളായിക്കൊണ്ട് ആളുകൾ അതിനെന്താക്കുന്നറിയോ പർവ്വതീകരിച്ചുകൊണ്ട് അതിന് ജനങ്ങളിടയിൽ നമ്മൾ വഷളാക്കാൻ വേണ്ടിയിട്ടുള്ളതായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേക്കും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചു കൊണ്ടിട്ട് നമ്മളെ കുടുംബിനികൾ അവർ വിദ്യാഭ്യാസ സമ്പന്നരാവണം. അങ്ങനെ റസൂല പഠിപ്പിച്ചത് അങ്ങനെയാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന റസൂല പറഞ്ഞു. ഉമ്മമാരെ കാൽപ്പാട് പിന്തുടർന്ന് കുട്ടി പോയാൽ കുട്ടി സ്വർഗത്തിലെത്തും. ഉമ്മമാരെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്നല്ല, ഉമ്മമാരെ കാൽപ്പാടുകളെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉമ്മമാരെ കാൽപ്പാടുകൾ തുറന്നുകൊണ്ട് കുട്ടികൾ പോകണം എന്നാൽ കുട്ടികൾ സ്വർഗത്തിലെത്തും. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം എന്നറിയോ? അതിൻ്റെ അർത്ഥം മഹാനാവുന്ന നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉമ്മമാർ ശരിയായ ഉമ്മമാരാവണം, നല്ല ദീനുള്ള ഉമ്മമാരാവണം. ആ ഉമ്മമാരുടെ ആ സ്വഭാവം കുട്ടിയിലേക്ക് പകർന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഉമ്മനെ പിൻപറ്റിപ്പോയാൽ അവൾ സ്വർഗത്തിലെത്തും. അപ്പം നമുക്ക് തോന്നും ഉമ്മ നന്നായാൽ മതി, വാപ്പാക്ക് പിന്നെ എങ്ങനെ നടക്കാമെന്ന്. അതല്ല ഇതിൻ്റെ അർത്ഥം. ഉമ്മമാരെ പറയാനുള്ള കാരണം അത് ഇമാം ബുഖാരി തങ്ങൾ തന്നെ പല സ്ഥലത്തും ഹദീസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. ചില ബാബിട്ട് അവിടെ ഹദീസ് അധ്യായം തർജ്ജമിട്ട് പിന്നെ കൊണ്ടുവരുന്ന ഹദീസ് നോക്കുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും എന്തിനാ ഉമ്മമാരെ പറഞ്ഞു എന്നുള്ളത്. ഉമ്മമാരെ ഭാഷ, ഉമ്മമാരെ സ്വഭാവ രീതി, ഇതൊക്കെയാണ് ഈ കാരണം കുട്ടികൾ അധികം അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത്. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ കൊയിലാണ്ടിയിൽ നിന്ന് വന്ന പെൺകുട്ടി മരുമക്കളുണ്ട്, വേറെ ഞങ്ങൾ മലപ്പുറത്ത് നിന്നുള്ളവരൊക്കെ ഉണ്ട്. എന്നാൽ ഈ കൊയിലാണ്ടിയിൽ നിന്ന് വന്ന കുട്ടികളുടെ ഭാഷ കൊയിലാണ്ടിയിലെ ഒരമ്മാൻ്റെ ഭാഷയാണ്. മലപ്പുറത്തുള്ളവർ ആ ഭാഷയിൽ സംസാരിക്കും. അപ്പോൾ ഭാഷയിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ. അപ്പോൾ ഉമ്മമാരെ ഭാഷകൾ, ഉമ്മമാരെ സ്വഭാവങ്ങൾ, ഉമ്മമാരെ രീതികളൊക്കെ ആയിരിക്കും കുട്ടികൾ പിൻപറ്റും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഉമ്മമാരെ പ്രത്യേകം പറഞ്ഞത്. ഉമ്മമാരെ കാലിൻ്റെ ചുവട്ടിലാണ് സുഖം. ഉമ്മമാരെ ചുവടുകൾ പിന്തുടർന്നുകൊണ്ട് കുട്ടികളെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സുഖത്തിലേക്ക് എത്തും. അതിൽ കൂടി വ്യംഗ്യമായ ഒരു കൽപ്പന കൂടി റസൂൽ ഉദ്ദേശിച്ചു. എന്താ? ഉമ്മമാരെ നിങ്ങൾ നല്ല ഉമ്മമാരാവണം. നിങ്ങൾ നല്ല ഉമ്മമാരായിട്ട് നിങ്ങളെ ഈ സ്വഭാവങ്ങൾ കുട്ടികളിലേക്ക് പകരണം. അതുകൊണ്ട് ഉമ്മമാരെ മാത്രം പറയാൻ കാരണം എന്താ? ഉമ്മമാരോടാണ് കുട്ടികൾക്ക് അധികമായും കൊണ്ടുള്ള അവർ മാതൃകയാക്കൽ. അപ്പോൾ ഉമ്മമാർ മാത്രമല്ല വാപ്പമാരും നന്നാവണം എന്നാണ്. അപ്പോൾ വാപ്പയും ഉമ്മയും നന്നായി കൊണ്ടിട്ട് കുട്ടികളിലേക്ക് വാപ്പയും ഉമ്മയുള്ള ഈ സ്വഭാവങ്ങൾ അത് പതിപ്പിക്കല്ല വേണ്ടത്, അത് പതിയണം.
അതാണ് അത് കുട്ടികളിലേക്ക് അങ്ങോട്ട് പകരണം. എങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ കുട്ടികൾ ആ സ്വഭാവം സ്വീകരിക്കാൻ തയ്യാറാണ്. എമ്മി വാപ്പിയൊന്നും സുബൈൻ്റെ മുമ്പ് എണീക്കണില്ല, അല്ലെങ്കിൽ സുബൈ വാങ്ങിക്കൊടുത്തിട്ട് എണീക്കണില്ല എന്നൊക്കെ. കുട്ടീനോട് എണീക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടി എണീക്കോ? എന്തെങ്കിലും എണീക്കാത്തത് ഇങ്ങോട്ട് വയ്ക്കും. അതന്നെ റസൂൽ പറഞ്ഞത്, ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും സ്വഭാവം ശരിയായ ദീൻ്റെ സ്വഭാവങ്ങളാവണം. ആ സ്വഭാവം പിൻപറ്റിക്കൊണ്ട് കുട്ടി പോയാൽ കുട്ടിക്ക് സ്വർഗത്തിലെത്താം, ബാക്കും വാപ്പാക്കും അതും സ്വർഗത്തിലെത്താം. അതാ പറയണത്. അപ്പോൾ നമ്മളെ വീടുകളിലുള്ളതായ നമ്മളെ സ്വഭാവങ്ങളും നമ്മൾക്കുള്ളതായ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കിയെടുക്കുന്നതിൽ ഒരു വലിയ പങ്കാണ് വീട്ടിലുള്ള കുടുംബിനിക്ക് അവൾക്ക് അതിൽ വഹിക്കാനുള്ളത്. അപ്പോൾ ആ നിലക്കുള്ള കുടുംബിനികൾ വീട്ടിനെ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവണം നമുക്ക്. ആ സ്ത്രീയിൽ നിന്നിട്ട് ചിലപ്പോൾ സ്ത്രീ നന്നായി കഴിഞ്ഞാൽ ഈ ഭർത്താവിലേക്ക് ആ നന്മകൾ പകരപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഉമ്മയും വാപ്പി നന്നായി കൊണ്ട്, അല്ലാതെ നമ്മളിങ്ങനെ കുട്ടികളെ മദ്രസ കൊണ്ടാക്കി നീ കുട്ടി നന്നാവുമെന്ന് വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ല. മദ്രസ കൊണ്ടാക്കിയാൽ മദ്രസയിലെ ഉസ്താദന്മാർക്ക് നന്നാക്കാൻ കഴിയണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനേ കഴിയുള്ളൂ. കുട്ടിൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ സംഗതി കുട്ടിയിലേക്ക് പകർത്തി കൊടുക്കാൻ കഴിയണം. ആ പകർത്തി കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് പകർത്തേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ കുട്ടി അത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കേണ്ടത് ആരാ? വീട്ടുകാരാണ്. അപ്പം ഉമ്മയും വാപ്പിയൊക്കെ ഇതിന് ശ്രദ്ധിക്കാൻ പറ്റും. ഉമ്മയും വാപ്പിയാവണം. അതിനാണ് നമ്മൾ ഉമ്മാക്കും വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത്, വാപ്പാക്കും വിദ്യാഭ്യാസം വേണം. അത് അടിസ്ഥാനപരമായി ഏത് വിദ്യാഭ്യാസം നമ്മൾ അഭ്യസിക്കുകയാണെങ്കിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അതോടുകൂടെ നമുക്ക് എല്ലാ മേഖലകളും നമുക്ക് അഭ്യസിക്കാം. നമ്മളെ കുട്ടികൾ ഡോക്ടർമാരാവണം, എഞ്ചിനീയർമാരാവണം, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്തിൽ നിന്ന് ഉത്ഭവിക്കപ്പെടണം? തഖ്വയിൽ നിന്ന് ഉത്ഭവിക്കപ്പെടണം. ആ നിലക്ക് നല്ലൊരു സമൂഹത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ എത്ര അധികം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്. ഇപ്പോൾ ഇതിലൊക്കെ വേണ്ടി പിരിവിന് പോകണ ആളുകളോട് ചോദിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ഇവരൊക്കെ ഗൾഫിൽ പിരിവിന് പോയി വരാതെ എന്തായാലും അതൊരു വലിയ പ്രയാസകരമായ സംഭവമാണത്. ഞാൻ അബുദാബി ഗവൺമെൻറ് ക്ഷണിതാവായിട്ട് 20 ദിവസത്തോളം അബുദാബിയിൽ ഈ കൊറോണയുടെ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ അവർ സൗകര്യം ചെയ്തു തന്ന ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിൽ താമസം. പുറത്താരായിട്ടൊന്നും അങ്ങനെ അധികം ബന്ധപ്പെടാൻ പറ്റില്ല, ആർക്കും അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. അവർ 3 നേരം പ്രസംഗിക്കണം. അവർ ഉദ്ദേശിക്കുന്ന, അവർ നിർണ്ണയിക്കുന്ന സ്ഥലത്ത് പള്ളി മഗ്‌രിബിൻ്റെ ളുഹറിന് ശേഷം, അസറിന് ശേഷം, പിന്നെ ഇശാൻ്റെ തറാവീന് ശേഷം. ഒപ്പം ഒരു ഔക്കാഫ് എന്നുള്ള ഒരാളുണ്ടാവും, ഒരു CID ഉണ്ടാവും, ഒരു പോലീസുകാരനൊക്കെ ഉണ്ടാവും, അവരൊരു വണ്ടി ഉണ്ടാവും. അപ്പം ഞാൻ അന്ന് അവിടെ അബുദാബിയിൽ ഞാനവിടെ നിന്ന കാലഘട്ടത്തിൽ ഞാനവിടെ നമ്മളെ പഴയ ഇവിടുന്ന് പിരിവിന് വന്ന പല ഉസ്താദന്മാരെയും കാണാനിടയായി. അപ്പം ഇവർ ഈ നോമ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടാണ്. എങ്ങനെ ഓടുന്നത്? നിങ്ങൾ ഓടി ഓടി നാവ് പുറത്തേക്ക് വന്നിട്ട് ഈ നോമ്പ് ഇറക്കാൻ വെള്ളം കിട്ടിയാൽ തരക്കേടില്ല എന്നുള്ളിടത്തേക്ക് എത്തും. ആ നിലക്ക് വെയിൽ കൊണ്ടിട്ട് അവർ സുഖിച്ചുകൊണ്ടല്ല അവരവിടെ ജീവിക്കണത്. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അപ്പോൾ എനിക്കൊക്കെ ഒരു സ്ഥാപനം തുടങ്ങണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തുടങ്ങണ്ടെന്ന് വിചാരിച്ചാൽ നല്ലതെന്ന് മനസ്സിലായി. കാരണം നമുക്കൊരു സ്ഥാപനം വേണ്ട, ഉള്ള സ്ഥാപനത്തിൽ പോവുക, ജോലി ചെയ്യുക, അവിടെ നീ കിട്ടിയാൽ അത് വാങ്ങാൻ പോവുക, മനസ്സിലായി. സ്ഥാപനം തുടങ്ങുക, അത് കൊണ്ടെടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പണിയാണത്. അപ്പോൾ ഇവർ ഇതിന് പിരിവിന് പോകുന്ന ആളുകളൊക്കെ പോയി വരുമ്പോൾ നമ്മളിങ്ങനെ പ്ലെയിൻ വന്ന് ഇറങ്ങുമ്പോൾ സന്തോഷം ഇങ്ങനെ തരക്കേടില്ല, അവർക്ക് ഒരു തരക്കേട് ചെയ്യില്ല, അവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രയാസങ്ങൾ തന്നെയാണ് ആ പോക്കും വരുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ അധ്വാനിച്ച് പ്രയാസപ്പെട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയാണ് ഇങ്ങനത്തെ സംരംഭങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വിശുദ്ധമായ ദീന് ഇവിടെ നിൽക്കാൻ, അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ ആശയങ്ങൾ, ആദർശങ്ങളൊക്കെ. അപ്പോൾ അതിവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുക, അതുമായി കൊണ്ട് സഹകരിക്കുക. ഇറങ്ങിപ്പോണ വിദ്യാർത്ഥിനികളോട്, വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമാകുന്ന ജീവിതങ്ങൾ നയിക്കണം. നിങ്ങൾ അദബ്, മര്യാദ, പൊരുത്തം ഇതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാനം. സെയ്ദുബിന് സാബിത്ത് തഖ്വൽ അവരെ ഒട്ടകത്തിൻ്റെ കയറ് മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പിടിച്ചു തന്നെ.
അപ്പോൾ എന്തിനാണ് നിങ്ങളിൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചത്? നിങ്ങൾ ആരാണ്? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതൻ, റസൂലുള്ളാഹിൻ്റെ എളാപ്പാൻ്റെ മകൻ, പിന്നെ റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. റസൂലുള്ളാഹി പ്രത്യേകമായും കൊണ്ടിട്ട് നെഞ്ഞത്ത് കൈ അടിച്ചുകൊണ്ടിട്ട് അല്ലെങ്കിൽ തൊട്ടുകൊണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ തടകിയും കൊണ്ടിട്ട് അല്ലാഹുമ്മ അല്ലിമുഹുൽ കിതാബ് എന്ന് പറഞ്ഞ ആളാണ്. എത്ര വലിയ മഹാനാണ് മൂപ്പർ. സെയ്ദ് ബിൻ സാബിത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കയറൊടിച്ചപ്പോൾ എന്തിനാണ് നിങ്ങളിൻ്റെ ഒട്ടകത്തിൻ്റെ കയറൊടിച്ചത്? അപ്പോൾ മൂപ്പർ പറഞ്ഞൊരു വാക്കുണ്ട്, ഹാക്കദാ ഉമിർന അൻ നഫഅല ബി ഉലമാഇന. ഞങ്ങളെ ഉലമാഇന് എങ്ങനെ ചെയ്യണം എന്നാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ് പിടിക്കണമെന്നറിയോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ. സെയ്ദ് ബിൻ സാബിത്ത് എന്ന പേരുടെ ആ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചപ്പോൾ ചോദിച്ചത്. അപ്പോൾ ആ നിലക്ക് അദബ്, മര്യാദ, ഗുരുത്തം പൊരുത്തമൊക്കെ ഉണ്ടായിക്കൊണ്ട് ഈ കുട്ടികൾ പ്രവർത്തിക്കണം. അത് നിങ്ങളെ ഇൽമിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് ഇൽമ് അദബിൻ്റെ മേലിൽ എടുക്കപ്പെടാത്ത ഇൽമാണെങ്കിൽ ആ ഇൽമിനിക്ക് ഒരു നിലക്കുള്ള അതിൻ്റെ ഉഹ്റവിയായ ഒരു ഗുണം ഉണ്ടാവില്ല. ദുന്യാവെന്ന് ഗുണം ഉണ്ടാവില്ല എന്നല്ല, ഇവിടെ എവിടെയെങ്കിലും കോളേജിൽ പോയി പഠിപ്പിക്കാം, അതൊക്കെ കിട്ടും, പഠിപ്പിച്ചില്ലെങ്കിൽ ശമ്പളം കിട്ടും, അതൊന്നും കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ അത് അള്ളാഹു നന്മയുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തപ്പെടണം. അതനുസരിച്ച് നമുക്ക് സവാബ് ആഖിറത്തിൽ ലഭിക്കപ്പെടുകയും വേണം. ആ നിലക്കുള്ളതായ വിലൂപങ്ങളാവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അതോടുകൂടി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാവണം. സ്ത്രീകളെ, നിങ്ങളുടെ ജീവിതങ്ങൾ, നിങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ ഒഴിക്കാൻ പാടില്ല. സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കണം. ദിക്റുകൾ, ആവശ്യമായ ദിക്റുകളൊക്കെ നിങ്ങൾ ചെല്ലണം. പ്രത്യേകിച്ച് ഹദ്ദാദ് റാത്തീബ് പോലത്തെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണത് ഹദ്ദാദ് റാത്തീബ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് തങ്ങൾ, അത് ഇമാം ബുഖാരി, മുസ്ലിം റിവായത്ത് ചെയ്ത സഹിയായ ഹദീസുകളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ ഇത് രചിച്ചതിൻ്റെ ശേഷം മക്കത്തും മദീനത്തുള്ള 40ഓളം പണ്ഡിതന്മാരെ മുന്നിൽ അത് അവതരിപ്പിച്ചു. അവർ സർട്ടിഫൈ ചെയ്തിട്ട് ശേഷം അത് ചൊല്ലിക്കോളിന്ന് മഹാനാവുന്ന അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ അതെനിക്ക് സമ്മതം കൊടുക്കുന്നത്. അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട കുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു എന്നാണ്. അവരെ ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്, വലിയ വലിയ സംഭവങ്ങൾ. ഞാനതിലേക്കൊന്നും ഈ അവസരത്തിൽ കിടക്കില്ല. മഹാനാവുന്ന കുത്തുബി തങ്ങൾ പാറക്കടവ് ദർസ് നടത്തിയ കാലഘട്ടത്തിൽ മൂപ്പര് പിന്നെ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ പാമ്പ് അടിച്ചു മൂപ്പരെന്ന് പറഞ്ഞു. മൂപ്പരപ്പം 10-60 മുത്താലിമീങ്ങളുണ്ട്. അപ്പോൾ മൂപ്പര് വിഷവൈദ്യൻ്റെ അടുത്ത് കൊണ്ടാകുന്നപ്പോൾ മൂപ്പര് പറഞ്ഞു എന്നെ കൊണ്ടോണ്ടാകുന്നു. ഞാൻ അതാത് എല്ലാ ആളോടോ എനിക്ക് വിഷം ഏൽക്കില്ലാന്ന് പറഞ്ഞു. ആ പാമ്പിൻ്റെ സ്ഥിതി നോക്കിക്കാളുന്നു. അങ്ങനെ കുറച്ച് ഒരു പാമ്പുള്ളടത്ത് പോയി എൻ്റെ പിന്നുണ്ട് ഒരു പാമ്പ് അവിടെ ചത്ത് കിടക്കണം. അതാണ് ഹദ്ദാദിൻ്റെ പവർ. അപ്പോൾ ആ നിലക്കുള്ള ഹദ്ദാദ് ഇപ്പോൾ നമുക്ക് എല്ലാം കഴിയില്ല. കുതുബി തങ്ങളെ ഹദ്ദാദിനെ പറ്റി പറയലുണ്ടല്ലോ. മൂപ്പർക്ക് ഹദ്ദാദിലിരുന്ന ആളുകൾ ഞാൻ അവിടുന്ന് ആരെങ്കിലും ഇടിച്ചു പോയിക്കണമെന്ന് എന്ത് ശബ്ദം പുറത്തുണ്ടായാലും മൂപ്പർ വീട്ടിലൊരു കുട്ടി ഭർത്താവിനുള്ളിൽ കൂടി പുറത്ത് വീണു, ഹദ്ദാദിലിരിക്കുന്ന ആളുകൾ മുഴുവൻ എണീച്ചു പോയി എന്ന് പറഞ്ഞു. മൂപ്പർ ഈ ചെല്ലുന്ന ഹദ്ദാദ് അതിൻ്റെ അതേ ഗൗരവത്തിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹദ്ദാദിൻ്റെ ദ്വായൊക്കെ കഴിഞ്ഞ് ചോദിച്ചു എവിടെ ഇവിടെ ഉള്ളവരൊക്കെ എവിടേക്ക് പോയി എന്ന് ചോദിച്ചു. അത് കുറേ ആളുകൾ കുട്ടീനായിട്ട് ആസ്പത്രിയിൽ പോയി. എന്തേ കുട്ടിക്ക് ചോദിച്ചു. ഇവിടെ ഭയങ്കര വച്ചിയും വിളി കോലാഹലമൊക്കെ, നിങ്ങളിതൊന്നും കേട്ടില്ലെന്ന് വെച്ചു. അല്ലടാ ഞാൻ ഹദ്ദാദില്ലേ എന്ന് പറഞ്ഞു. ആ എന്നാൽ അങ്ങനെയാണ്, കുട്ടിക്ക് മേലെ നിങ്ങോട്ട് വീണതാണ്, അതിനിട്ട് ആസ്പത്രിയിൽ പോയതാന്ന് പറഞ്ഞു കുറേ ആൾക്കാർ. അപ്പം അതാണ് അങ്ങനെ ഇന്നും അവരെ ഹദ്ദാദ് എന്ന് പറയുന്നത്. അത് മൂപ്പര ഫാത്തിഹ പറയുമ്പോൾ അതിൻ്റെ പവർ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ് കുത്തുബിയിൽ നിന്ന് കിട്ടപ്പെടുന്ന ഹദ്ദാദിൻ്റെ ഇജാസത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. അങ്ങനെ പല മഹാന്മാരും എടുത്തും അത് അബ്ദുല്ലാഹി ഹദ്ദാദിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ തന്നെ ഉണ്ട്. സലാലിയിലൊക്കെ ഒരുപാട് ആളുകൾ, അവരൊക്കെ ഹദ്ദാദിൻ്റെ ഇജാസത്തുകൾ അവർ തരാറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതായാലും ആവട്ടെ, അതൊക്കെ അതേ നിലക്കൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഒന്നുകൊണ്ട് ഹദ്ദാദ് നിങ്ങൾ കുട്ടികളെ ഉപേക്ഷിക്കാൻ പാടില്ല, ദുഹ നിസ്കാരങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല, താജ്ജുദ് നിസ്കാരം നിസ്കരിക്കാൻ കഴിയുന്നവരൊക്കെ അത് നിസ്കരിക്കണം. അങ്ങനെ ജനങ്ങൾക്കൊക്കെ മറ്റുള്ള വനിതകൾക്കും മാതൃകയാവുന്ന നല്ല മാതൃക വനിതകളായി കൊണ്ടിട്ട് നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് നിങ്ങളോടൊക്കെ ഉണർത്തിക്കൊണ്ടിട്ട് ഈ സ്ഥാപനത്തിന് നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് ഇവിടെ കൂടിയവരോടും പ്രത്യേകിച്ച് ഇവിടുന്ന് സനത് വാങ്ങിപ്പോകുന്ന കുട്ടികളൊക്കെ
ഈ സ്ഥാപനത്തിൻ്റെ ആളുകളായിക്കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. സ്ഥാപനത്തിൻ്റെ ഒരംഗങ്ങളാവുക. ആ അംഗങ്ങളായിട്ട് ഞങ്ങളൊക്കെ എത്ര മെമ്പർഷിപ്പ് എന്നുള്ള നിലയ്ക്ക് ഇരുന്നത് ഞങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇവിടുന്ന് ഒരു നിയമമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ സ്ഥാപനത്തിന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മുബശ്ശിറ എന്ന് പറഞ്ഞൊരു കുട്ടി ഇതിന് സേവനം ചെയ്ത ഒരുപാട് ആളുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമീനായ തമ്പുരാന് ഈ പറയപ്പെട്ട ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ കൂടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈദി സൂചിപ്പിച്ച എല്ലാവർക്കും ഈ സ്ഥാപനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിനെ സഹായിച്ച് ഈ സ്ഥാപനത്തിൽ പഠിച്ച് മരണപ്പെട്ടു പോയവർ സഹായിച്ച് മരണപ്പെട്ടു പോയവർ ഈ സ്ഥാപനത്തിനെ സ്നേഹിച്ച എല്ലാവർക്കുള്ള ഖുബൂറുകളെയും നീ സുഖപൂങ്കാമനാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും അല്ലാഹുമ്മ അർഹംഹും അല്ലാഹുമ്മ അഫു അൻഹും അല്ലാഹുമ്മ അക്രിംഹും അല്ലാഹുമ്മ ലാ തഫ്ദഹും യൗമൽ ഹിസാബ് അല്ലാഹുമ്മ അദ്ഖിൽഹുമുൽ ജന്ന അല്ലാഹുമ്മ അഇദ്ഹും മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നതിഹി വമിൻ അദാബിൻ നാർ അല്ലാഹുമ്മ നവ്വിർ ഖബ്റഹും ബിനൂരിൽ ഖുർആൻ അല്ലാഹുമ്മ അൽബിസ്ഹും സിയാബൽ ജന്ന അല്ലാഹുമ്മ ثبتهم خدمهم على الصراط اللهم اجمعنا وإياهم في جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم بارك في هذه الجامعة اللهم بارك في جميع القائمين بخدمة هذه الجامعة اللهم احفظ هذا المعهد الدينية من شر الحاسدين ومن شر الساحرين ومن شر الظالمين ومن شر المفسدين والمفتنين والأعداء. اللهم إنا نرد بك الأعداء من كل وجهة وباسمك العظيم نرميهم من البعد بالشتت. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായി പരാമർശിക്കപ്പെട്ട റഷീദ് ഹാജി ഈ സ്ഥലം ഹാദിയായി കൊണ്ടിട്ട് സ്ഥാപനത്തിന് നൽകിയ ആളാണ്. അദ്ദേഹം ചില പ്രയാസങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടെന്ന് അല്ലാഹുമ്മ ഫരിജ് ഹുമൂമഹു അല്ലാഹുമ്മ ഫരിജ് ഖുറൂബഹു അല്ലാഹുമ്മ അഹ്ഫദ്ഹു മിൻ ജമീഇ ശുറൂർ اللهم احفظه من جميع الشرور اللهم احفظه من جميع الشرور بحق نبينا محمد صلى الله عليه وسلم وبحقوق جميع مشايخنا واجدادنا അർഹമ റഹീമീനായ തമ്പുരാനെ അവർക്കുള്ള എല്ലാ പ്രയാസങ്ങളെയും നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കുള്ള എല്ലാ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കണേ തമ്പുരാനെ. ഈ ശാസന കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇവിടുന്ന് സനത് വാങ്ങി പോകുന്ന സർവ്വ വിദ്യാർത്ഥിനികളെയും അവരൊക്കെ സാലിഹാത്താക്കണേ തമ്പുരാനെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ ഇതിന് വേണ്ടപ്പെട്ട മറ്റുള്ളതായ നാട്ടുകാർ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു എല്ലാ മേഖലയിലും ധാരാളം ഖൈറും ബർക്കത്തും അല്ലാഹു ചൊരിഞ്ഞിരട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു മഹ്ഫദ്നാ വഹ്ഫദ്ഹും മിൻ ഷർറിൽ ജിന്നി വൽ ഇൻസ് വശയാത്തീൻ വൽ കഫറ വസ്സഹറ വൽളാലിമീൻ വൽ അഅദാഇ വൽ അംറാദി കുല്ലിഹാ അൽ അംറാദി ളാഹിരിയ വൽ ബാത്തിനിയ വൽ ഖൽബിയ വൽ ബദനിയ വൽ റൂഹാനിയ വൽ ഇസ്മാനിയ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ.